ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കുടുംബ കൂട്ടായ്മയിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും വിനീത നമസ്കാരം. ചതയം മുതൽ ചതയം വരെ ഗുരുദേവ കൃതികളിലൂടെ, ഗുരുദേവ ചരിതങ്ങളിലൂടെ ഒരു യാത്ര നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഗുരുദേവ ജനനത്തിൻ്റെ ലക്ഷ്യം നമുക്കറിയാം. ജാതി നിർമാർജനം. അതുമായി ബന്ധപ്പെട്ട ഗുരു പറഞ്ഞു വച്ചിട്ടുള്ള ഒരു ജാതി ഒരു മതം എന്നതിന് ശ്രീനാരായണ ഗുരു ചിന്തിച്ച അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനും ആ അഭിപ്രായം ഗുരുവിന് എത്രമേൽ ദൃഢമായി ഉണ്ടായിരുന്നുവെന്ന് ഗ്രഹിപ്പാനും ആ ആദർശത്തെ നടപ്പിൽ വരുത്തുവാൻ ആളുകൾ ഇല്ലാതിരുന്നതിൽ ഗുരു എത്രമാത്രം പരിതപിച്ചിരുന്നു എന്ന് ബോധ്യമാവാനും ഉപകരിക്കുന്ന ഒരു സംഭാഷണം നോക്കാം. ഗുരു തൃശ്ശൂർ ആശ്രമത്തിൽ വിശ്രമിക്കുന്ന ഒരു ദിവസം ഉച്ചയ്ക്ക് മുട്ടുവരെയുള്ള ഒരു കോട്ട് ധരിച്ച ഒരു മേൽമീശക്കാരൻ വന്നു. ഭക്തിയോടുകൂടി ഗുരുവിനെ തൊഴുതു നിന്നതിന് ശേഷം ഒരു സംഭാഷണം നടക്കുന്നു. ഗുരു: എവിടുന്ന്? ആഗതൻ: സാംബവർ മഹാജന സംഘത്തിൻ്റെ ഒരു ലീഡറാണ്. 14 സംവത്സരമായി ഇങ്ങനെ പൊതുകാര്യങ്ങൾക്കായി ശ്രമിച്ചു തുടങ്ങിയിട്ട് തെക്കേ ഇന്ത്യ മുഴുവൻ പ്രസംഗിച്ചു നടന്നിട്ടുണ്ട്. ഗുരു: സാംബവർ എന്ന് പറഞ്ഞാൽ ആരാണ്? എന്താണ് അർത്ഥം? സാംബവൻ ശംഭുവിൻ്റെ വർഗക്കാരാണ്. ശിവൻ ഒരു സാംബവനായിരുന്നു. അതിന് പ്രമാണങ്ങളുണ്ട്. ഞങ്ങൾക്ക് ജാതിയില്ല, എല്ലാവരെയും സാംബവർ സംഘത്തിൽ ചേർക്കുന്നുണ്ട്. ഗുരു: കൊള്ളാമല്ലോ. സാംബവർ അല്ലാത്തവരും സംഘത്തിലുണ്ടോ? സാംബവൻ: ഇല്ല, അതില്ല. സംഘത്തിൽ ചേരുമ്പോൾ എല്ലാവരും സാംബവർ ആകും. ഗുരു: അത് നല്ല സൂത്രം. SNDP യോഗ പ്രവർത്തകരിൽ ഒരാളുടെ പേര് പറഞ്ഞിട്ട്, അയാളുടെ യോഗത്തിലും അങ്ങനെയാണല്ലോ, ചേരുമ്പോൾ എല്ലാവരും ഈഴവരാകും. അത് നന്നല്ല. അധികം ആളുകൾ ചേരില്ല. പ്രത്യേക മതമുണ്ടോ? മതം എന്തായാലും വിരോധമില്ല, മനുഷ്യൻ നന്നായാൽ മതി. സാംബവൻ: ഞാൻ ക്രിസ്ത്യാനിയാണ്. ഞങ്ങൾക്ക് 2 സ്ഥാപനങ്ങളുണ്ട്. സാംബവർ മഹാജന സംഘവും സാംബവർ ക്രിസ്ത്യൻ ചർച്ചും. ചർച്ചിൽ ഞങ്ങൾ സാംബവരല്ലാത്ത അച്ഛന്മാരുടെ അധികാരം അനുവദിക്കില്ല. സായിപ്പന്മാർ വന്നപ്പോൾ പുറത്തു നിൽക്കാൻ പറഞ്ഞു. ഗുരു: നല്ല ചൊടിയുണ്ടല്ലോ. ശിവൻ ക്രിസ്ത്യാനിയാണോ? ആയിരിക്കാം. ഇപ്പോൾ ശിവൻ ഉണ്ടെങ്കിൽ നിശ്ചയമായും മതം മാറിയിരിക്കണം. അങ്ങനത്തെ കാലമാണിത്. ഒരു അന്തേവാസിയോട്: കണ്ടില്ലേ, എന്തൊരു ചൊടിയാണ്. അങ്ങനെ വേണം. നമുക്ക് അങ്ങനെ ആരും ശ്രമിക്കാനില്ലല്ലോ. ജാതിയില്ലാത്ത ഒരു സഭ സ്ഥാപിക്കണമെന്ന് നമുക്ക് വിചാരമുണ്ട്. പലരോടും പറഞ്ഞിട്ടുണ്ട്. ആരും ശ്രമിക്കാനില്ല. കഴിയുമോ? അന്തേവാസി: ശ്രമിക്കാം. ഗുരു: മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ എന്താണ്? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ജാതിയില്ലാത്ത ഒരു സഭ സ്ഥാപിക്കണം. ഇവരെല്ലാം അതിൽ ചേരും. ഈ സംഭാഷണത്തിൽ നിന്നും ശ്രീനാരായണ ഗുരുവിൻ്റെ അദമ്യമായ ആഗ്രഹവും ലക്ഷ്യവും അത് സാധിക്കുന്നതിനുള്ള പ്രയാസവും നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇന്നും അതൊരു സഫലമാകാത്ത സ്വപ്നമായി അവശേഷിക്കുന്നു എന്ന് ഇന്നത്തെ പരിതസ്ഥിതി വീക്ഷിക്കുന്ന നമുക്ക് ഏവർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്തേ.